ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ, അതായത് ഒന്നാമത്തെ ക്ലാസ്സിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇൻട്രൊഡക്ഷനും അതിൻ്റെ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡെഫിനിഷൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിലെ കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിൻ്റെ കണ്ടിന്യൂവേഷൻ, ബാക്കിയുള്ള 1-2 ഡെഫിനിഷൻസും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആണ്. എന്താണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ഓർ നിയന്ത്രിത കച്ചവടം? അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഡിഫൈൻ ചെയ്യുന്നത് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആസ് എ ട്രേഡ് പ്രാക്ടീസസ് which tend to bring about manipulation of price or conditions of delivery or to affect flow of supplies in the market relating to goods and services in such a manner as to impose on the consumer unjustified cost or restrictions. ഇതാണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസിനെ കുറിച്ച് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ ഡിഫൈൻ ചെയ്ത് നോക്കാം. എ ട്രേഡ് പ്രാക്ടീസസ് ഒരു കച്ചവടമാണ്. അതാണ് ഇൻ വിച്ച് ടെൻ ടു ബ്രിങ് എബൌട്ട് മാനിപ്പുലേഷൻ ഓഫ് പ്രൈസസ്. നമ്മൾ വിലയിൽ കൃത്രിമം കാണിക്കുക, അതായത് നമ്മൾ വില ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് അങ്ങനെ കാണിക്കുക, യഥാർത്ഥ വിലയല്ലാതെ കാണിക്കുക. അപ്പം മാനിപ്പുലേഷൻ ഓഫ് പ്രൈസ്, വിലയിൽ കൃത്രിമം കൊണ്ടുവരിക. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് ഡെലിവറി. ഇപ്പം നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഡെലിവറിയുടെ അതുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡെലിവറി കണ്ടീഷൻസിൽ അത് നമ്മൾ തെറ്റിക്കുക. അതുപോലെ തന്നെ അഫക്റ്റ് ഫ്ലോ ഓഫ് സപ്ലൈസ് ഇൻ ദ മാർക്കറ്റ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ഓർ സർവീസസ്. അതുപോലെ തന്നെ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ മാർക്കറ്റിലേക്ക് അതിൻ്റെ സപ്ലൈ ചെയ്യുന്നതിലൊക്കെ നമ്മൾ മാൽ പ്രാക്ടീസസ് നടത്തുക. എന്തിനു വേണ്ടിയിട്ട്? കൺസ്യൂമേഴ്സിൽ നിന്ന് ഒരു അൺജസ്റ്റിഫൈഡ് പ്രൈസ്, അവരിൽ നിന്ന് അന്യായമായിട്ട് വില വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നൊക്കെ ഉള്ളത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവരിക. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമുക്ക് പറയാം പച്ചക്കറി. നമുക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ ആയിട്ട് ബസ്സുകളും വണ്ടികളും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊക്കെ പോകാത്ത സമയത്ത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയിലൊക്കെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ വില കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? സപ്ലയേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ്, ഹോൾസെയിലേഴ്സൊക്കെ അവരുടെ കയ്യിലുള്ള സാധനം അവരവിടെ സ്റ്റോക്ക് ചെയ്ത് തന്നെ വെക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ അവർ കറക്റ്റ് സമയത്ത് മാർക്കറ്റിലേക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യേണ്ട സമയം മനഃപൂർവ്വം ഇൻറ്റൻഷനലി അവരത് ലാഗ് ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനെ പൂഴ്ത്തിവെപ്പ് അതൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് എന്തുണ്ടായിരിക്കും? മാർക്കറ്റിൽ സാധനം വന്നില്ലെങ്കിൽ നമ്മൾ കൂടുതൽ വില നൽകി അത് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൈസിലും ഇതിലൊക്കെ മാൽ പ്രാക്ടീസസ് നടത്തുന്നതിനെയാണ് എന്തു പറയുന്നത്? റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ. എ ട്രേഡ് പ്രാക്ടീസസ് which tend to manipulate prices, conditions of delivery or market supply of goods and services in a way as to impose unjustified cost or restrictions. അപ്പം നമുക്ക് അന്യായമായിട്ട് വില വാങ്ങുന്നതിന് വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ അന്യായമായിട്ട് കൺസ്യൂമേഴ്സിലെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിലയിൽ കൃത്രിമത്വം കാണിക്കുക, ഡെലിവറി കണ്ടീഷൻസ് ലാഗ് ചെയ്യുക, മാർക്കറ്റ് സപ്ലൈ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റ് സപ്ലൈ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടൻ താൽക്കാലികമായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയന്ത്രിത
കച്ചവടം എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡർ അവിടെ പ്രൈസും കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? എ ലൈക്ലി ഓർ ഡെഫിനിറ്റ് റൈസ് ഇൻ ദ പ്രൈസസ് ഓഫ് എ കമ്മോഡിറ്റി, അല്ലേ? കമ്മോഡിറ്റിയുടെ വിലയിൽ നിശ്ചിതമായിട്ടോ അല്ലെങ്കിൽ വില വർദ്ധിക്കാം, അല്ലെങ്കിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രേഡർ ഡിലേ വരുത്തുക ഈ ഒരു കാരണത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കമ്പൽഷൻ ടു പർച്ചേസ്, ഹയർ ഓർ അവെയിൽ എനി ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എനി അതർ ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ഒരു ഗുഡ്സ് ഓർ സർവീസസ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഹയർ ചെയ്യാനോ ആയിട്ട് കമ്പൽ ചെയ്യുക കൺസ്യൂമേഴ്സിനെ. അപ്പോൾ അതും എന്ത് തന്നെയാണ്? റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് എല്ലാ കേരളത്തിൽ മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടാബും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു സ്കേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ ടാബിൻ്റെ ആയാലും നമുക്ക് അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ ആ സമയത്ത് കടക്കാർക്ക് എന്ത് പറയാം? ട്രേഡേഴ്സിന് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് എന്ത് പറയാം? ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ഒരു ആക്സസറീസും കൂടെ നിങ്ങൾ വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ, നിങ്ങൾക്ക് ഒരു LED TV നിങ്ങൾക്ക് തരണമെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ ആദ്യം ഒരു ടേബിള് വാങ്ങിക്കണം. അങ്ങനെ പറയാം. കാരണം ഇപ്പോൾ നമുക്ക് എന്തായാലും കുട്ടികൾക്ക് വിക്ടേഴ്സിലൂടെ ക്ലാസ് കേൾക്കുമ്പോൾ, ഓൺലൈനിലെ ക്ലാസ് കേൾക്കുമ്പോൾ കയ്യിൽ ഒരു ലാപ്ടോപ്പോ ഒരു ടാബോ അല്ലെങ്കിൽ ഒരു മൊബൈലോ വേണം. അപ്പോൾ അത് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇതും കൂടെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ കമ്പൽ ചെയ്യുക. അപ്പോൾ അതൊക്കെ എന്താണ്? റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസിലെ വരുന്നതാണ്. അപ്പോൾ അതാണ് നിയന്ത്രിത വ്യാപാരം എന്ന് പറയുന്നത്. ട്രേഡ് പ്രാക്ടീസസ് വിച്ച് ടെൻഡ് ടു മാനിപ്പുലേറ്റ് പ്രൈസസ്, കണ്ടീഷൻസ് ഓഫ് ഡെലിവറി ഓർ മാർക്കറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ വേ as to impose unjustified cost or restrictions. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ റെസ്ട്രിക്റ്റീവ് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ പറഞ്ഞു പ്രൈസിലൊക്കെ വില കൂട്ടി കൊടുക്കുന്നതാണ് എന്ന്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്നുള്ളത് നോക്കാം, അല്ലേ? ഫെയർ അല്ലാണ്ട് ട്രേഡ് പ്രാക്ടീസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയർ അല്ലാണ്ട് ട്രേഡ് പ്രാക്ടീസസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ബിസിനസ് യൂസിങ് deceptive, fraudulent or otherwise unethical method to gain an advantages or turn a profit. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, പ്രോഫിറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നേട്ടം, അഡ്വാൻറ്റേജ്, ഒരു ബെനഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അൺഎത്തിക്കലായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുക സെയിൽസിന് വേണ്ടിയിട്ട്. ഡിസപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, വഞ്ചനാപരമായിട്ടുള്ള, അങ്ങനെയുള്ള വഞ്ചിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മാർഗങ്ങൾ, അതിനെ നമ്മൾ ഡിസപ്റ്റീവ് എന്ന് പറയുന്നത്. ഫ്രോഡുലൻ്റ്, അപ്പോൾ ഫ്രോഡുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഞ്ചിക്കുക തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക ബിസിനസ്മാൻ. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബെനഫിറ്റ്, ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിൻ്റെ ഒരു സിമ്പിൾ മീനിങ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് മീൻസ് എ ട്രേഡ് പ്രാക്ടീസ് which a trader for the purpose of promoting sales, use or supply of any goods. എന്താണ്? a trade practice which a trader for the purpose of promoting the sales, use or supply of any goods or for the provision of any services adopt any unfair method or unfair or deceptive practices
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രേഡർ ഗുഡ്സിൻ്റെ, അതായത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയോ അതിൻ്റെ ഉപയോഗമോ സപ്ലൈയോ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസസ് നൽകുന്നത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സർവീസസ് നൽകുന്നത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വഞ്ചിക്കുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തികളോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ വിൽപ്പന, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ യൂസസ് ഓർ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗുഡ്സിൻ്റെ അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ഉദ്ദേശത്തോടു കൂടെ അൺഫെയർ മെത്തേഡോ അൺഫെയർ ഓർ ഡിസെപ്റ്റീവ് പ്രാക്ടീസസോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയും? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയും. ഇറ്റ് ഇൻക്ലൂഡ് എനി ഓഫ് ദ ഫോളോയിങ് പ്രാക്ടീസസ്. അപ്പോൾ ഈ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. Then first one പറയുന്നത് false representation that the goods are of a particular standard, quality, quantity, grade, composition, style or model. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗുഡ്സിൻ്റെ അതിൻ്റെ സ്റ്റാൻഡേർഡ്, അതിൻ്റെ നിലവാരം, അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഗ്രേഡ്, കോമ്പോസിഷൻ, അതിൻ്റെ സ്റ്റൈൽ, മോഡൽ, അതിലുള്ള ആക്സസറീസ്, ഇതൊക്കെ തെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഓറലായിട്ടോ റിട്ടൺ ആയിട്ടോ വിഷ്വലിയോ നമ്മൾ അങ്ങനെ തെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. ദെൻ അതേപോലെ തന്നെ ഫോൾസ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ദ സർവീസസ് ആർ ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി ഓർ ഗ്രേഡ്. ഇപ്പോൾ ഗുഡ്സിനെ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സർവീസസിൻ്റെയും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അതിൻ്റെ സ്റ്റാൻഡേർഡ് അത് ഫോൾസ് ആയിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് എനി റീബിൽറ്റ്, സെക്കൻഡ് ഹാൻഡ്, റെനോവേറ്റഡ്, റീകണ്ടീഷൻഡ് ഓർ ഓൾഡ് ഗുഡ്സ് ആസ് ന്യൂ ഗുഡ്സ്. അപ്പോൾ ഏതെങ്കിലും നമ്മളിപ്പോൾ ഒരു റീകണ്ടീഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പഴയ പ്രോഡക്ട്സുകൾ, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, അതുപോലെ നമ്മൾ റിനോവേറ്റ് ചെയ്തിട്ടുള്ള ന്യൂലി വണ്ണായിട്ട് നമ്മൾ പറയുക റീബിൽറ്റ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പുതിയതാണ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുക. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ ഗുഡ്സ് ഓർ സർവീസസ് ഹാവ് സ്പോൺസർഷിപ്പ്, അപ്രൂവൽ, പെർഫോമൻസ്, characteristics, accessories, uses or benefit which such goods or services do not have. അതായത് ഒരു ഗുഡ്സ് ഓഫ് സർവീസസിന് സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ഗുഡ്സിന് അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നൽകുക, അല്ലെങ്കിൽ അപ്രൂവൽ ഇല്ലാത്ത ഗുഡ്സ് അപ്രൂവൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ബെറ്റർ പെർഫോമൻസ് ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പെർഫോമൻസ് കുറഞ്ഞ ഗുഡ്സ് നൽകുക. ദെൻ ഗുഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് ഉണ്ടായിരിക്കില്ല, അതിൻ്റെ ഫീച്ചേഴ്സ്, അപ്പോൾ അത് നമ്മൾ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുഡ്സ് നൽകുക. ദെൻ ഇല്ലാത്ത ആക്സസറീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. ദെൻ ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ യൂസസ് ഓർ ബെനഫിറ്റ് ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നൽകുക. അപ്പോൾ അതൊക്കെ ഏതിൽ വരുന്നതാണ്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ദ സെല്ലർ ഓർ ദ സപ്ലയർ has a sponsorship, approval or affiliation which such seller or supplier does not have.
ഇപ്പോൾ ഒരു സെല്ലറോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറോ സപ്ലയറോ അവർക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട്, അപ്രൂവൽ ഉണ്ട്, അഫിലിയേഷൻ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക കൺസ്യൂമേഴ്സിനെ. അപ്പോൾ അതും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. ഇപ്പോൾ നമ്മൾ അഫിലിയേഷനൊന്നും ഇല്ലാത്ത കോളേജുകൾ അഫിലിയേറ്റഡ് കോളേജസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ എന്താണ്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് മേക്ക് എ ഫോൾസ് ഓർ misleading representation concern the need for or the usefulness of any goods or services. ഇപ്പോൾ ഒരു ഗുഡ്സ് ഓർ സർവീസസിൻ്റെ യൂസ്ഫുൾനെസ്, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ ആവശ്യം, അതിൻ്റെ നീഡ്സ്, അതിലൊക്കെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുക ആളുകളെ, തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുക അതിൻ്റെ ഉപയോഗത്തെ കുറിച്ചിട്ടൊക്കെ. അതും എന്ത് തന്നെയാണ്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഗിവിംഗ് ടു ദ പബ്ലിക് എ വാറണ്ടി ഓർ ഗ്യാരണ്ടി ഓഫ് പെർഫോമൻസ് നോട്ട് ബേസ്ഡ് ഓൺ എനി പ്രോപ്പർ ടെസ്റ്റിംഗ്, അല്ലേ? ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി ഒക്കെ നൽകാറുണ്ട് കമ്പനികൾ. അതായത് അതിൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ അതിൻ്റെ എഫിക്കസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലപ്രാപ്തി, അതിനെയാണ് നമ്മൾ എഫിക്കസി എന്ന് പറയുക. അതുപോലെ ലെങ്ത് ഓഫ് ലൈഫ്, അതിലൊക്കെ നമുക്ക് വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ നൽകാറുണ്ട് സാധാരണ കമ്പനികൾ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ആഡിക്വേറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ടെസ്റ്റ് ഒന്നും അതിനെ സംബന്ധിച്ച് നടത്താതെ നമുക്കിങ്ങനെ പെർഫോമൻസിലും എഫിക്കസിയിലും ലെങ്ത് ഓഫ് ലൈഫിലൊക്കെ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ നൽകുകയാണെങ്കിൽ അതും എന്താണ്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. Then next വരുന്നത് permit the publication of any advertisement whether in any newspaper or other for the sale or supply at a bargain price of goods or services that not intended to be offered for sale or supply at the bargain price. ഇപ്പോൾ നമ്മൾ ബാർഗെയിൻ പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നമ്മളൊരു പ്രൈസ് കാണാറുണ്ട്. ന്യൂസ് പേപ്പറുകളിലൊക്കെ നമ്മളെപ്പോഴും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആ പ്രൈസിനെയാണ് നമ്മൾ ബാർഗെയിൻ പ്രൈസ് എന്ന് പറയുക. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചില സീസണിലൊക്കെ അവരെ സീസണൽ ഓഫേഴ്സൊക്കെ തരുന്ന സമയത്ത് നമുക്ക് പറയാറുണ്ട് LED TV ഇത്ര രൂപ അങ്ങനെയൊക്കെ തരാറുണ്ട്. അതുപോലെ ബിഗ് ബസാറിൻ്റെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത്ര രൂപയ്ക്ക് ഇപ്പോൾ 3 എന്താ പറയുക ബോൺവിറ്റോ അല്ലെങ്കിൽ 3 ഹോർലിക്സ് ഇത്ര രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോംബോ ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈസൊക്കെ തരാറുണ്ട്. അപ്പോൾ അത് ബാർഗെയിൻ പ്രൈസാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള പ്രൈസ്, അതിനെ നമ്മൾ ബാർഗെയിൻ പ്രൈസ് എന്ന് പറയാം. അപ്പം അങ്ങനെ നമ്മൾ ബാർഗെയിൻ പ്രൈസിൽ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാനോ ഉദ്ദേശമില്ലാത്ത ഉൽപ്പന്നങ്ങൾ, അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് ബാർഗെയിൻ പ്രൈസിൽ അത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുക, അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. അതുപോലെ തന്നെ ഓഫറിങ് പ്രൈസസ് ഗിഫ്റ്റ് എക്സെട്ര വിച്ച് ആർ ഫുള്ളി ഓർ പാർട്ട്ലി കവേർഡ് വിത്ത് ദ പ്രൈസ് ചാർജ്ഡ്, അല്ലേ? ഇപ്പോൾ സാധാരണ ചിലപ്പോൾ കമ്പനികൾ അല്ലെങ്കിൽ ട്രേഡേഴ്സ് നമുക്ക് സപ്ലയേഴ്സൊക്കെ ഓഫർ ചെയ്യാറുണ്ട് ഗിഫ്റ്റും പ്രൈസും മറ്റ് ഐറ്റംസൊക്കെ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ ഒപ്പം അവരെ നൽകാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഓഫർ ചെയ്യാൻ, ഗിഫ്റ്റായിട്ടൊന്നും ഓഫർ ചെയ്യാൻ ഉദ്ദേശമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നൽകുന്നത് എന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു. എന്നിട്ട് ആ പ്രോഡക്റ്റിൻ്റെ വില കൂടി നമ്മുടെ കയ്യിൽ നിന്ന് ആ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് അവരെ ഈടാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓപ്പോയുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് ഒരു സെൽഫി സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഫ്രീ സെൽഫി സ്റ്റിക്ക് കാശ് കൊടുക്കാണ്ട് വെറുതെ കിട്ടി, നല്ല സന്തോഷമായി നമുക്ക്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ സെൽഫി സ്റ്റിക്കിൻ്റെ വില ഒന്നുകിൽ ഭാഗികമായിട്ടോ ഫുള്ളായിട്ടോ നമ്മളിൽ നിന്ന് ആ ഫോണിൻ്റെ പ്രൈസിനോട് കൂടെ ആഡ് ചെയ്ത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. അപ്പോൾ അത് എന്താണ്? ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ് പറയുന്നത്. ഓഫറിങ് പ്രൈസ് ഗിഫ്റ്റ് എക്സെട്ര വിച്ച് ആർ ഫുള്ളി ഓർ പാർട്ട്ലി കവേർഡ് വിത്ത് ദ പ്രൈസ് ചാർജ്ഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. ദെൻ അതേപോലെ തന്നെ ഗിവിങ് ഫാൾസ് ഓർ മിസ്ലീഡിങ് ഫാക്റ്റ്
ഡിസ്പറേജിങ് ദ ഗുഡ്സ് ഓർ സർവീസസ് ഓഫ് അനദർ പേഴ്സൺസ്. നമ്മൾ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ഗുഡ്സ് ആൻഡ് സർവീസസിനെ സംബന്ധിച്ച് മിസ്ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഫാക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ വരുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആരാണോ അത് സപ്ലൈ ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണോ അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട്, അവരുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ട്, അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അൺഎത്തിക്കൽ മെത്തേഡോ ഡിസെപ്റ്റീവ് മെത്തേഡോ ഫ്രോഡുലൻ്റ് മെത്തേഡോ ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങളുടെ വിൽപ്പനയോ അതിൻ്റെ യൂസസോ സപ്ലൈയോ ഒക്കെ ഉയർത്തുന്നതിനെയാണ് നമ്മൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടേംസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെ? റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന് എന്തൊക്കെ അവകാശങ്ങളുണ്ട്? According to section 6 of the Consumer Protection Act, അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആറാമത്തെ സെക്ഷനിലാണ് കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ ദ ഫോളോയിങ് റൈറ്റ്സ് ആർ അവൈലബിൾ ടു കൺസ്യൂമേഴ്സ്. നോക്കാം നമുക്ക് ഏതൊക്കെ റൈറ്റ്സ് ആണ് സെക്ഷൻ 6 പ്രകാരം കൺസ്യൂമേഴ്സിനെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. ഇതിനെ തന്നെയാണ് നമ്മൾ റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് റൈറ്റ് ടു ബി ഇൻഫോംഡ്. റൈറ്റ് ടു ബി ഇൻഫോംഡ്. ദെൻ തേർഡ് വൺ പറയുന്നത് റൈറ്റ് ടു ബി അഷ്വേർഡ്. റൈറ്റ് ടു ബി അഷ്വേർഡ്, അതിനെ നമ്മൾ റൈറ്റ് ടു ചൂസ് എന്നുകൂടെ പറയാറുണ്ട്. ദെൻ റൈറ്റ് ടു ബി ഹിയർഡ്. റൈറ്റ് ടു ബി ഹിയർഡ്, റൈറ്റ് ടു ബി ഹിയർഡ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അപ്പം ഇങ്ങനെ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവകാശങ്ങളാണ് കൺസ്യൂമേഴ്സിന് വരുന്നത്. ഒന്ന് റൈറ്റ് ടു പ്രൊട്ടക്റ്റഡ് ഓർ റൈറ്റ് ടു സേഫ്റ്റി. Then right to be informed, right to be assured, right to be heard, right to seek redressal or right to consumer education. One by one ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഓർ റൈറ്റ് ടു സേഫ്റ്റി അല്ലേ. അപ്പം നമുക്കറിയാം എവറി കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. എന്തിൽ നിന്ന്? എഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് goods and services which are hazardous to life and property. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ജീവനും സ്വത്തിനും ദോഷകരമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റ് ചെയ്യുന്നതിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ സംരക്ഷണം നൽകാനുള്ള അവകാശം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ
സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം നമുക്കുണ്ട് അല്ലേ. നമ്മുടെ ജീവനും സ്വത്തിനും ദോഷകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, അതൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ, ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ നമുക്കത് കിട്ടണം. അപ്പോൾ അതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിനോ നമ്മുടെ പ്രോപ്പർട്ടീസിനോ ദോഷകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെതിരെ നമുക്ക് എന്ത് പോവാം, പരാതി നൽകാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് റൈറ്റ് ടു ബി ഇൻഫോംഡ് ആണ്. എന്താ റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവറി കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു ബി ഇൻഫോംഡ് about the quality, quantity, potency, purity, standard, price of goods or services, etc. അല്ലേ. ഗുഡ്സിൻ്റെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിൻ്റെ പൊട്ടൻസി, അതിൻ്റെ പ്യൂരിറ്റി, അതിൻ്റെ സ്റ്റാൻഡേർഡ്, അതിൻ്റെ പ്രൈസ്, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അറിയുന്നതിനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ ഈ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ നിന്നൊക്കെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവകാശമാണ് ഇത് റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ദെൻ തേർഡ് വൺ പറയുന്നത് റൈറ്റ് ടു ബി എഷ്വേർഡ് ആണ് അല്ലേ. അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. അപ്പോൾ ഉറപ്പ് നൽകാനുള്ള അവകാശമാണ്. ആരിൽ നിന്നുള്ള ഉറപ്പ്, എന്തിനുള്ള ഉറപ്പാണ് നമുക്ക് ലഭിക്കേണ്ടത്? എവരി കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു ബി എഷ്വേർഡ് whenever possible access to a variety of goods and services at a competitive price. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിൽ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് ലഭിക്കുന്നതിനുള്ള അവകാശം അത് നമുക്കുണ്ട്. കോമ്പറ്റീറ്റീവ് പ്രൈസ്, അതിനാണ് ഇമ്പോർട്ടൻസ്. വെറൈറ്റി നമുക്ക് അല്ലേ, മാർക്കറ്റിൽ നിന്ന് കോമ്പറ്റീറ്റീവ് പ്രൈസിന് ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് ഒട്ടുമിക്ക പ്രോഡക്റ്റിൻ്റെയും വില നിശ്ചയിക്കുന്നത് ഗവൺമെൻറ് അല്ല, അത് മാനുഫാക്ചറേഴ്സ് ആണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ടാക്സും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ട്. ഇപ്പോൾ ചില ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇതിൻ്റെ ബേസിൽ തന്നെയാണ് വരുന്നത്, എന്നാലും മാനുഫാക്ചറേഴ്സാണ് ഡിസൈഡ് ചെയ്യുക അവരുടെ പ്രോഡക്റ്റിൻ്റെ വില. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവരൊരു ഒരുപാട് പ്രൈസൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമേഴ്സിന് അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? കോമ്പറ്റീറ്റീവ് പ്രൈസിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടണം. അപ്പോൾ ആ കോമ്പറ്റീറ്റീവ് പ്രൈസിൽ നമുക്ക് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ലഭ്യമാകുന്നതിനുള്ള അവകാശം, അതാണ് റൈറ്റ് ടു ബി അഷ്വേർഡിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു റൈറ്റിലൂടെ വി വിൽ ഗെറ്റ് സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസ്. നമുക്ക് ന്യായമായ വിലയ്ക്ക് ആ ഗുഡ്സ് ലഭിക്കുന്നതിനെ സഹായിക്കും. അതേപോലെ തന്നെ നമുക്ക് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാകുമ്പോൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ആ ഒരു ഇതും കൂടെ ഇതിൽ നിന്ന് കിട്ടും, ഈ ഒരു അവകാശത്തിൽ നിന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ റൈറ്റ് ടു ബി അഷ്വേർഡിനെ നമ്മൾ റൈറ്റ് ടു ചൂസ് എന്നുകൂടെ പറയാറുണ്ട്. അപ്പം നമ്മുടെ ചോയ്സ് അനുസരിച്ചുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കാനുള്ള ഒരു ഈ ഒരു അവകാശം നൽകുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ പറയുന്നത് റൈറ്റ് ടു ബി ഹിയേർഡ് ആണ്. റൈറ്റ് ടു ബി ഹിയേർഡിൽ പറയുന്നത് നമ്മുടെ പരാതികൾ അത് അപ്രോപ്രിയേറ്റ് ഫോറം കൺസിഡർ ചെയ്യുന്നതിനുള്ള അവകാശം നമുക്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു കൺസ്യൂമേഴ്സിൻ്റെ ഗ്രിവൻസസും കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സൊക്കെ അതിനെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് റിഡ്രസൽ ഏജൻസീസ്, റിഡ്രസൽ ഫോറംസ് ഇതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് തന്നെ ഒരു 3 ടയർ റിഡ്രസൽ ഫോറം ഈ ആക്ടിന് കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് ഫോറം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിലൊക്കെ ഫോറംസ് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അതുപോലെ തന്നെ നമുക്ക് അഡ്വൈസറി ബോഡീസ് ആയിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകളുണ്ട്. സ്റ്റേറ്റ് കൗൺസിലും ഡിസ്ട്രിക്ട് കൗൺസിലും നാഷണൽ കൗൺസിലും ഒക്കെ. അപ്പോൾ നമ്മുടെ ഗ്രിവൻസസും ഡിസ്പ്യൂട്ട്സും ഒക്കെ കേൾക്കാനുള്ള അവകാശം, നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ഒട്ടും ഫിയർ ഇല്ലാതെ, പേടിയില്ലാതെ നമുക്കൊരു കംപ്ലൈൻ്റ് അവിടെ കൊടുക്കാനായിട്ട് ചെല്ലണം.
അപ്പോൾ നമ്മുടെ പരാതികൾ കേൾക്കുന്നതിനും കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് അത് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് അപ്രോപ്രിയേറ്റ് ഫോറത്തിൽ നിന്ന് ലഭിക്കുന്നതിനും അവരുടെ പരിഗണന കിട്ടുന്നതിനുമൊക്കെയുള്ള അവകാശം കൺസ്യൂമേഴ്സിനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിനുള്ള അവകാശം കൺസ്യൂമേഴ്സിനുണ്ട്. എവരി കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓർ റെസ്ട്രിക്റ്റീവ് trade practices or unscrupulous exploitation of traders. അല്ലേ, എവരി കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. ഏതിനെതിരെയാണ് നമുക്ക് റിഡ്രസൽ കിട്ടേണ്ടത്, പരിഹാരം ലഭിക്കേണ്ടത്? എഗെയിൻസ്റ്റ് unfair trade practices, restrictive trade practices or unscrupulous exploitation of സപ്ലയേഴ്സ്. അൺസ്ക്രൂപ്പുലസ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒട്ടും ദയയില്ലാതെ നമ്മളെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കില്ലേ, അതിനെയാണ് നമ്മൾ അൺസ്ക്രൂപ്പുലസ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അതേപോലെ തന്നെ the consumer has a right to receive a fair settlement of claims including compensation for mispresentation or defective goods or unsatisfactory services. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫെയർ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിംസ് ലഭിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ മിസ്റെപ്രസെൻറ്റേഷനൊക്കെ ഗുഡ്സും സർവീസസിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിൻ്റെ കോമ്പോസിഷൻ അതിലൊക്കെ തെറ്റായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഡിഫക്റ്റീവ് ഗുഡ്സ് തരികയാണെങ്കിൽ, നമ്മൾ സർവീസസിൽ അൺസാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള ക്ലെയിംസൊക്കെ ഒരു ഫെയർ സെറ്റിൽമെൻറ്റ് കിട്ടാനുള്ള അവകാശം കൺസ്യൂമേഴ്സിനുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണ് അല്ലേ. കൺസ്യൂമർ എഡ്യൂക്കേഷനിൽ പറയുന്നത് എവരി കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന് എല്ലാ കൺസ്യൂമേഴ്സിനും അവകാശമുണ്ട്. അതായത് ഹി ഹാസ് എ റൈറ്റ് ടു acquire knowledge and skills needed to make informed confident choice about goods and services അല്ലേ. നമുക്ക് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് ആ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് ഉൽപ്പന്നങ്ങളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സർവീസസിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ദെൻ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിനുള്ള അവകാശം, അതായത് ബേസിക് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ദെൻ ഹൗ ടു ആക്ട് ഓൺ ദം. അപ്പോൾ എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ആ അവകാശങ്ങളും അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ ആക്ട് ചെയ്യണം, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ്, അപ്പോൾ ഇതൊക്കെ ലഭിക്കുന്നതിന് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ ലഭിക്കാനുള്ള അവകാശം കൺസ്യൂമേഴ്സിനുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് സെക്ഷൻ 6 പറയുന്ന റൈറ്റ് എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഓർ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ബി അഷ്വേർഡ് ഓർ റൈറ്റ് ടു ചൂസ്, ദെൻ റൈറ്റ് ടു ബി ഹിയർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ദെൻ ഈ റൈറ്റ്സിന് പുറമെ റൈറ്റ് ടു വാല്യൂ, റൈറ്റ് ടു ഹെൽത്തി എൻവയോൺമെൻറ്റ്, ദെൻ ക്വാളിറ്റി ഓഫ് ലൈഫ് തുടങ്ങി ധാരാളം അവകാശങ്ങൾ, പല നേഷൻസും അംഗീകരിച്ചിട്ടുള്ള ധാരാളം അവകാശങ്ങൾ കൺസ്യൂമേഴ്സിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും റൈറ്റ്സ് ആണ് ഇതിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റൈറ്റ്സ് ടു കൺസ്യൂമേഴ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ് അല്ലേ. നമ്മൾ പറഞ്ഞു കംപ്ലൈൻറ്റ് എന്താന്ന് പറഞ്ഞു, കംപ്ലൈനൻ്റ് എന്താന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോസ് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ്, ആർക്കാണ് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുക? അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുന്നത് ആർക്കാണ്? കംപ്ലൈനൻറ്റിനാണ് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുക. പരാതി നൽകുന്നത് കംപ്ലൈനൻ്റ് ആണ്. അപ്പോൾ കംപ്ലൈനൻ്റ് എന്നുള്ള ടേമിൽ ഡിഫൈൻ ആ ഒരു
ടേം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആളുകൾക്കും എല്ലാറ്റിനും എന്ത് കൊടുക്കാം? കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. അപ്പോൾ നോക്കാം നമുക്ക് ആരൊക്കെയാണ് ഹു ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ്. ഒന്ന്, എ കൺസ്യൂമർ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എനി വോളണ്ടറി അസോസിയേഷൻ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956 or under any other law for the time being in force. അപ്പോൾ കമ്പനീസ് ആക്ട് 1956 കീഴിലോ അല്ലെങ്കിൽ ആ സമയത്ത് നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കൺസ്യൂമർ വോളണ്ടറി കൺസ്യൂമർ ഓർഗനൈസേഷൻ അസോസിയേഷനും കംപ്ലൈൻറ്റ് കൊടുക്കാം. ദെൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അവർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. ദെൻ വൺ ഓർ മോർ കൺസ്യൂമേഴ്സ് വേർ ദർ ഈസ് ന്യൂമറസ് കൺസ്യൂമേഴ്സ് ഹാവിങ് ദ സെയിം ഇൻട്രസ്റ്റ്. ഒരേ താല്പര്യമുള്ള ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒന്നോ അതിലധികമോ കൺസ്യൂമേഴ്സിനെ കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. ദെൻ ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ കൺസ്യൂമർ, ഇപ്പോൾ ഒരു കൺസ്യൂമർ മരിച്ചു പോകുകയാണെങ്കിൽ ഹിസ് ലീഗൽ ഹെയർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് അദ്ദേഹത്തിന് കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. ദെൻ കംപ്ലൈൻറ്റ് can be filed either personally or by പോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കംപ്ലൈൻറ്റ് നമുക്ക് ഫയൽ ചെയ്യുന്നത് ഒന്നുകിൽ പേഴ്സണലി നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബൈ പോസ്റ്റ് നമുക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ്. ദെൻ കംപ്ലൈൻറ്റിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഒരു കംപ്ലൈൻറ്റിൽ ഉണ്ടായിരിക്കണം? ഒന്ന്, നെയിം ആൻഡ് ഫുൾ അഡ്രസ് ഓഫ് ദ കംപ്ലൈനൻ്റ്. ആ കംപ്ലൈനൻറ്റിൻ്റെ പരാതിക്കാരൻ്റെ പേരും ഫുൾ അഡ്രസ്സും ഉണ്ടായിരിക്കണം. ദെൻ നെയിം ആൻഡ് ഫുൾ അഡ്രസ് ഓഫ് ഓപ്പോസിറ്റ് പാർട്ടി. ഓപ്പോസിറ്റ് പാർട്ടിയുടെ പേരും ഫുൾ അഡ്രസ്സും ഉണ്ടായിരിക്കണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമ്മൾ പരാതി കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ അതിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇതാണ് പർച്ചേസ് ചെയ്ത്, ക്വാളിറ്റിയാണ് പർച്ചേസ് ചെയ്ത് വെച്ചാൽ അതുണ്ടാകണം. ദെൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ദെൻ ഡേറ്റ് ആൻഡ് പ്രൂഫ് ഓഫ് പർച്ചേസ്. നമ്മൾ വാങ്ങിയ ഡേറ്റും അതിനുള്ള പ്രൂഫും, നമുക്ക് ഇൻവോയ്സസ് ഒക്കെ അവർ തരാറുണ്ട്, അത് കൊടുക്കാം. ബില്ല് എന്ന് പറയുന്നത്. പിന്നെ ദ ഫാക്ട്സ് റിലേറ്റിംഗ് ടു കംപ്ലൈൻറ്റ്, വെൻ ആൻഡ് വേർ ഇറ്റ് എറോസ്. നമ്മുടെ പരാതിയുടെ അതുമായി ബന്ധപ്പെട്ട തെളിവ് നമ്മൾ കൊടുക്കണം. എവിടെ എപ്പോഴാണ് ആ പരാതി ഉണ്ടായത്, അതോ അങ്ങനെയുള്ള ഫാക്ട്സ് നമ്മൾ, അതായത് ഏത് കടയിൽ നിന്ന് വാങ്ങി, അങ്ങനെയുള്ള എപ്പോഴാണ് നമ്മളത് വാങ്ങിയത് അതിനെക്കുറിച്ചിട്ട് കൊടുക്കണം. ദെൻ റിലീഫ് വിച്ച് ദ കംപ്ലൈനൻ്റ് ഈസ് സീക്കിങ്. അല്ലേ, നമ്മൾക്കിപ്പോൾ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലീഫ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് അതിൽ ഉണ്ടായിരിക്കണം. ദെൻ ദ കംപ്ലൈൻറ്റ് ഷുഡ് ബി ഫയൽഡ് വിത്തിൻ 2 years ഓഫ് ബൈയിങ് ദ പ്രോഡക്റ്റ് ഓർ യൂസിങ് ദ സർവീസസ്. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ ഒരു സർവീസസ് നമ്മൾ യൂസ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നതുമായിട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓർഗനൈസേഷണൽ സെറ്റപ്പാണ് നോക്കുന്നത്. ഈ അഡ്വൈസറി ആൻഡ് അതിൻ്റെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ആൻഡ് റിഡ്രസൽ ഏജൻസീസിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് നമുക്ക് നോക്കാം. 2 മെഷീനറീസ് ആണ് ഇവിടെ, റിഡ്രസൽ മെഷീനറീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അഡ്വൈസറി ബോഡി വരുന്നുണ്ട്, അഡ്ജുഡിക്കേറ്റീവ് ബോഡി വരുന്നുണ്ട്. അതിലെ അഡ്വൈസറി ബോഡിയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന് കീഴിൽ നമുക്ക് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ട്, സെൻട്രൽ കൗൺസിൽ എന്ന് പറയും. സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സ്റ്റേറ്റ് കൗൺസിൽ. ദെൻ ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ഡിസ്ട്രിക്റ്റ് കൗൺസിൽ എന്ന് പറയും. ദെൻ അഡ്ജുഡിക്കേറ്റീവ് ബോഡിയിലെ നമുക്ക് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ് എന്നാണ് നമ്മൾ പറയുക. അതിലെ ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസി, അതായത് ഡിസ്ട്രിക്റ്റ് ഫോറം. ദെൻ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ്, സ്റ്റേറ്റ് കമ്മീഷൻ. ദെൻ നേഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസി, നേഷണൽ കമ്മീഷൻ. അപ്പം ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു
ഓർഗനൈസേഷണൽ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ നോക്കാം. അഡ്വൈസറി ബോഡിയാണ്, നോക്കാം നമുക്കത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ അഡ്വൈസറി ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു അഡ്വൈസ് ആൻഡ് അസിസ്റ്റ് കൺസ്യൂമർ ഇൻ സീക്കിംഗ് ആൻഡ് എൻഫോഴ്സിങ് ദെയർ റൈറ്റ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെ കുറിച്ച് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും കൺസ്യൂമേഴ്സിന് വേണ്ട അഡ്വൈസസും അസിസ്റ്റൻസും ഒക്കെ നൽകുക. ദെൻ അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, അവരുടെ പ്രൊമോഷൻ, അപ്പം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ദെൻ അതുപോലെ തന്നെ മേക്ക് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഗിവ് പബ്ലിസിറ്റി ടു ദ മാറ്റേഴ്സ് കൺസേണിങ് കൺസ്യൂമർ ഇൻട്രസ്റ്റ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിന് പബ്ലിസിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ദെൻ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനുള്ള അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫർദർ സ്റ്റെപ്സ് എന്തൊക്കെയാ വെച്ചാൽ അത് എടുക്കുക. അപ്പോൾ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കൗൺസില് രൂപീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യുക. ഇതൊക്കെ ഈ ഒരു കൗൺസിലിൻ്റെ ഉദ്ദേശങ്ങളാണ്. ഇപ്പം നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ നോക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിലും, ഇപ്പോൾ ആ സംസ്ഥാനത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റ് കൗൺസിൽ ഓർ ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ദ കളക്ടർ ഓഫ് ദ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കളക്ടറാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. പിന്നെ അതിൽ ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ എണ്ണം ദെൻ അതൊക്കെ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ എണ്ണം, ആ കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റ് കൗൺസിലിൻ്റെ വർക്കിംഗ് ഓർ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ മീറ്റ് ആസ് ആൻഡ് വൺ നെസസറി. എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് അവർക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ബട്ട് നോട്ട് ലെസ് ദാൻ 2 മീറ്റിംഗ് ഷാൽ ബി ഹെൽഡ് എവരി ഇയർ. പക്ഷേ എല്ലാ വർഷവും ചുരുങ്ങിയത് 2 മീറ്റിംഗ് എങ്കിലും അവർ നടത്തിയിരിക്കണം. അപ്പോൾ ഇവരുടെ ഇതിനനുസരിച്ച് കൊണ്ടാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് മീറ്റിംഗ് നടത്താം. അവർക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്തൊക്കെ അവർക്ക് മീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്തുകൂടെ പറയുന്നുണ്ട്, മിനിമം 2 മീറ്റിംഗ് എങ്കിലും അവർ നടത്തിയിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം അതിൻ്റെ ടൈം ആൻഡ് അജണ്ട ഓഫ് മീറ്റിംഗ്. ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് കൗൺസിൽ ഷാൽ മീറ്റ് ആസ് സച്ച് ടൈം ആൻഡ് പ്ലേസ് ആസ് ദ ചെയർമാൻ മേ തിങ്ക് ഫിറ്റ്. ചെയർമാനെ തോന്നുന്ന, അയാൾക്ക് ഫിറ്റായിട്ട് തോന്നുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും, ആ ഡിസ്ട്രിക്റ്റിനകത്ത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് മീറ്റിംഗ് ചെയ്യാം. അപ്പോൾ ചെയർമാനാണ് അതിൻ്റെ പ്ലേസ് ആൻഡ് ടൈം ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ മീറ്റിങ്ങിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഒബ്സർവ് സച്ച് പ്രൊസീജിയേഴ്സ് ഇൻ റിഗാർഡ്സ് ടു ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഇറ്റ്സ് ബിസിനസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്ത പോലെ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതാണ് ഇത് വരുന്നത് ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ മീറ്റിംഗ് അജണ്ട എന്ന് പറയുന്നത്. ദെൻ നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എവറി ഡിസ്ട്രിക്റ്റ് കൗൺസിൽ ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് വിത്ത് ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്തിൻ ദ ഡിസ്ട്രിക്റ്റ്. ആ ഡിസ്ട്രിക്റ്റിനകത്ത് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റിനകത്ത്
അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 6 പറഞ്ഞിരിക്കുന്ന ആ അവകാശങ്ങൾ ആ ഡിസ്ട്രിക്റ്റിനുള്ളിൽ അവരുടെ കൺസ്യൂമേഴ്സിൻ്റെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പം അതാണ് ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ നോക്കാം. സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് അതും സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഒഫീഷ്യൽ ഗസറ്റിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കൗൺസിൽ തന്നെയാണ് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഇൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, അപ്പോൾ ആ കൺസ്യൂമർ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്ററാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. പിന്നെ മറ്റ് ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് റെപ്രസെൻറ്റിങ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്, ഇപ്പോൾ കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് ഏത് റെപ്രസെൻറ്റ് ചെയ്യുന്ന മീൻസ് കൺസ്യൂമേഴ്സിൻ്റെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 10 കുറയാത്ത ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കൗൺസിലിൽ ആര് മാത്രമേ ഉള്ളൂ? സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളുകളും പിന്നെ കൺസ്യൂമർ അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഉള്ള ആളുകളുമാണ് ആ കൗൺസിലിൽ വരുന്നുള്ളൂ. പക്ഷേ സ്റ്റേറ്റ് കൗൺസിലിൽ എന്തുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന മെമ്പേഴ്സിനും പുറമെ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ചുരുങ്ങിയത് 10 കൂടാൻ പാടില്ല, 10 കൂടാൻ പാടാത്ത മീൻസ് 10 പേരെങ്കിലും അതിലുണ്ടായിരിക്കും. അപ്പോൾ അത്രയാണ് അതിൽ പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ നേരത്തെ ഡിസ്ട്രിക്റ്റ് കൗൺസിൽ പറഞ്ഞ പോലെ തന്നെ മീറ്റിംഗ് നോക്കാം. അത് ഡിസ്ട്രിക്റ്റ് കൗൺസിലിൻ്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ് സ്റ്റേറ്റ് കൗൺസിലിലും വരുന്നത്. സ്റ്റേറ്റ് കൗൺസിൽ ഷാൽ മീറ്റ് ആസ് ആൻഡ് വെൻ നെസസറി, എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് ആ സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് മീറ്റിംഗ് വിളിച്ച് ചേർക്കാവുന്നതാണ്. ബട്ട് നോട്ട് ലെസ് ദാൻ 2 മീറ്റിംഗ് ഷാൽ ബി ഹെൽഡ് എവരി ഇയർ. പക്ഷേ എല്ലാ വർഷവും ചുരുങ്ങിയത് 2 മീറ്റിംഗ് എങ്കിലും അവരെ നടത്തിയിരിക്കണം. അതൊക്കെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ടൈം ആൻഡ് അജണ്ട ഓഫ് മീറ്റിങ്ങും സെയിം തന്നെയാണ്. ചെയർമാനെ ഫിറ്റാണ് അല്ലെങ്കിൽ ചെയർമാന് യോജിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അവരുടെ മീറ്റിങ്ങിൻ്റെ അജണ്ട എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഒബ്സർവ് സച്ച് പ്രൊസീഡിങ്സ് ഇൻ റിഗാർഡ് ടു ദ ട്രാൻസാക്ഷൻ ഓഫ് ഇറ്റ്സ് ബിസിനസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക. അത് തന്നെയാണ് സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും അജണ്ട എന്ന് പറയുന്നത് മീറ്റിംഗ് നടത്തിയിട്ട് ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ ബി ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് within the state the rights of consumers as laid down in section 6. സെക്ഷൻ 6 കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ അവകാശങ്ങൾ ആ സ്റ്റേറ്റിനുള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ടേം ഓഫ് ഓഫീസ് അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് 3 years ആണ്. 3 വർഷമാണ് അവരുടെ കാലാവധി വരുന്നത്. ഇത്രയാണ് നമുക്ക് സ്റ്റേറ്റ് കൗൺസിലിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 4 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ചെയർമാൻ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ യൂണിയൻ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ മിനിസ്റ്ററാണ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ ആ ഒരു ഇൻചാർജ് ആയിട്ടുള്ള സെൻട്രൽ മിനിസ്റ്ററാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓർ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ സപ്ലൈസ്.
and a council of official and non-official members numbering 150. അപ്പോൾ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് മിനിസ്റ്റർ ആണ്, അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അതിലെ വരുന്ന സ്റ്റേറ്റ് ഓർ ഡെപ്യൂട്ടി മിനിസ്റ്ററാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത്. ദെൻ അതിന് പുറമെ മെമ്പേഴ്സ് വരുന്നുണ്ട്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഇൻ ദ സ്റ്റേറ്റ്. ദെൻ അതുപോലെ തന്നെ 8 മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൽ നിന്ന് 8 അംഗങ്ങൾ ഈ ഒരു കൗൺസിലിൽ വരുന്നുണ്ട്. അതിലെ ലോകസഭയിൽ നിന്ന് 5 മെമ്പേഴ്സും രാജ്യസഭയിൽ നിന്ന് 3 പേരുമാണ് വരുന്നത്. പിന്നെ അതിൽ വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതിൻ്റെ കമ്മീഷണർ വരുന്നുണ്ട്. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആണ്, സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓട്ടോണമസ് ഓർഗനൈസേഷൻ, അങ്ങനെ മൊത്തം 20 ആളുകൾ അതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ കൺസ്യൂമർ ഓർഗനൈസേഷൻ നോട്ട് ലെസ് ദാൻ 35, 35-ൽ കുറയാത്ത അംഗങ്ങൾ കൺസ്യൂമർ ഓർഗനൈസേഷനുകളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ വുമൺ റെപ്രസെൻറ്റേറ്റീവ്സ് 10 മെമ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫാമേഴ്സ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസിൽ നിന്ന് 20-ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെക്രട്ടറി സിവിൽ സപ്ലൈസ് അവരും ഇതിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് 150 അംഗങ്ങളാണ് ഇതിൽ വരുന്നത്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഓർ സെൻട്രൽ കൗൺസിൽ വരുന്നത്. ഇവരുടെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. ഇനി സെൻട്രൽ കൗൺസിലിന് ഒരു സ്റ്റാൻഡിംഗ് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറി ഓഫ് സെൻട്രൽ കൗൺസിലാണ്. സെൻട്രൽ കൗൺസിലിലെ മെമ്പർ സെക്രട്ടറിയാണ് ചെയർമാനായിട്ട് വരിക. പിന്നെ 30-ൽ കൂടാത്ത, അതായത് 30 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇവരെ സെൻട്രൽ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അത്രയാണ് അതിലെ വരുന്നത്. ദെൻ ഇവരുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റ് കൗൺസിലൊക്കെ പറയുന്ന പോലെ തന്നെ സെൻട്രൽ കൗൺസിൽ ഷാൽ മീറ്റ് ആസ് ആൻഡ് വെൻ നെസസറി ബട്ട് അറ്റ്ലീസ്റ്റ് 1 മീറ്റിംഗ് ഓഫ് ദ കൗൺസിൽ ഷാൽ ബി ഹെൽഡ് എവരി ഇയർ. ഓരോ വർഷവും ചുരുങ്ങിയത് 1 മീറ്റിംഗ് കണ്ടക്ട് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കൗൺസിലിനും സ്റ്റേറ്റ് കൗൺസിലിനും വർഷത്തിൽ 2 മീറ്റിംഗ് വേണം, പക്ഷേ സെൻട്രൽ കൗൺസിലിന് 1 മീറ്റിംഗ് മതി. അതുപോലെ തന്നെ അവരുടെ ടൈം ആൻഡ് പ്ലേസ് എന്ന് പറയുന്നത് ദ ചെയർമാൻ മേ തിങ്ക് ഫിറ്റ്, ചെയർമാനാണ് ഡിസൈഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഇതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടേം ഓഫ് ഓഫീസ് 3 ഇയേഴ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 6-ലെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ്, ടേംസിൻ്റെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ കണ്ടത്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ദെൻ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്താണെന്ന് കണ്ടു. ദെൻ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഓഫ് അഡ്വൈസറി മെഷീനറീസ് നമ്മൾ കണ്ടു. അതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലും കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെൻട്രൽ കൗൺസിൽ, സ്റ്റേറ്റ് കൗൺസിൽ ആൻഡ് ഡിസ്ട്രിക്റ്റ് കൗൺസിൽ. ഏകദേശം എല്ലാത്തിൻ്റെയും മീറ്റിങ്ങും ടൈം ഓഫ് ഓഫീസൊക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത്. ചെറിയ ചെറിയ ഡിഫറൻസസ് ആണ് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.